ഹലോ ഡിയേഴ്സ്, നിങ്ങൾ യൂട്യൂബിൻ്റെ പുതിയ മോണിറ്റൈസേഷൻ അപ്ഡേറ്റ്സ് ഒക്കെ അറിഞ്ഞു? അടുത്ത വർഷം ഫെബ്രുവരി 1 തൊട്ട് പുതിയ മാറ്റങ്ങളാണ് യൂട്യൂബ് കൊണ്ടുവരുന്നത്. മോണിറ്റൈസ്ഡ് ആകാത്തവർക്കൊക്കെ ഈ ഒരു ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ മോണിറ്റൈസ്ഡ് ആക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടിനേക്കാൾ ഇരട്ടി ബുദ്ധിമുട്ടായിരിക്കും ഇനി വരാൻ പോകുന്നത്. യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയയിൽ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. 2027 ഫെബ്രുവരി 1 മുമ്പ് വരെ ക്രൈറ്റീരിയ പഴയ പോലെ തന്നെയായിരിക്കും. അതായത് 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവറും ഹാഫ് മോണി ആക്കാനായിട്ട് മതിയായിരുന്നു. ഫുൾ മോണിക്കാണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ വന്നിരിക്കുന്ന മാറ്റമാണ് 1000 സബ്സ്ക്രൈബേഴ്സും 4000ൻ്റെ സ്ഥാനത്ത് ഇനി മുതൽ 8000 വാച്ച് അവേഴ്സുമാണ് വേണ്ടത്. ഷോർട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 10 മില്യൺ വ്യൂസുമാണ് വേണ്ടിയിരുന്നത്. 2027 ഇത് 20 മില്യൺ വ്യൂസ് ആക്കി മാറ്റിയിട്ടുണ്ട്. 90 ഡേയ്സിനുള്ളിലാണ് ഇതാക്കേണ്ടത്. ഇതിൽ യൂട്യൂബിൽ തുടക്കക്കാർക്കാണ് കുറച്ച് പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അവർ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ചെയ്യുക, അതുപോലെ തന്നെ ഷോർട്സ് ഇടുക, ലൈവ് ചെയ്യുക. ലൈവിലൂടെയൊക്കെ നല്ല വാച്ച് അവർ നേടാനായിട്ട് സാധിക്കും. അതുപോലെ നിറയെ സബ്സ്ക്രൈബേഴ്സും വരും. ഷോർട്സും നന്നായിട്ട് ചെയ്യുക, അതുപോലെ ഷോർട്സിലൂടെ നിറയെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. പിന്നെ മോണിറ്റൈസേഷൻ ആയവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകില്ല. പക്ഷെ എന്നാലും നമ്മൾക്ക് കിട്ടിയ മോണി അത് കട്ടാവാതെ നമ്മൾ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനാക്റ്റീവായിട്ട് ഇരുന്നാൽ, നിങ്ങളുടെ ചാനലിൽ ആക്റ്റീവ് ഒന്നും ഇല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 3 മാസമോ അല്ലെങ്കിൽ 6 മാസമൊക്കെ അതിൽ കൂടുതലൊക്കെ ആക്റ്റീവ് ആകാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ മോണി കട്ടാവുന്നതാണ്. അപ്പം അങ്ങനെയൊന്നും വരുത്താതെ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് ഷോർട്സ് ഇടാനുള്ളവർ ഷോർട്സ് ഇടുക, ലൈവ് ഇടുക, വീഡിയോസ് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും നമ്മളുടെ വാച്ചവറും കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മോണി ആയിട്ടുള്ളവർക്കാണെങ്കിൽ കൂടുതൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.